നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിലെ കുന്നംപുറം എന്ന പ്രദേശത്ത് ഒരു ഉൾപ്രദേശമാണ്. ഇവിടെ ഇന്ന് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പര്യടനവുമായി വന്നു. അദ്ദേഹത്തിന് മുന്നിൽ പരാതി അർപ്പിച്ച ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ വീട്ടമ്മയിലൂടെ ഇവിടുത്തെ പ്രദേശത്തെ കുറച്ച് വ്യക്തികൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നമാണ് സ്ഥാനാർത്ഥിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത്. എന്തായാലും ആ വീട്ടമ്മ മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട്. ഈ പ്രദേശം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ പ്രശ്നം എന്താണ്? വീട്ടമ്മയുടെ പ്രതികരണത്തിലേക്ക്. ശരിക്കും ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം എന്താണ്? ആ പ്രശ്നം എന്താണ്? ഈ മുകളിൽ 5 വീട്ടിൽ ആ പുല്ലുകാട് ആ കുഴിപ്പോക്കിന്റെ അവിടെ നിന്ന് വെള്ളം കിട്ടില്ല. അപ്പൊ അവിടെ പ്രത്യേകിച്ച് നമുക്കൊരു വാൾവ് വെച്ചു. അത് തുറന്നു തരൂല. ആഴ്ച 2 ദിവസം തുറന്നു തരാന്ന് പറഞ്ഞാൽ ആഴ്ച 2 ദിവസം തുറന്നു തരൂല. അവിടെ നല്ല വാട്ടർ അതോറിറ്റി നിന്നാണ് ആള് വന്ന് തുറക്കണത്. പക്ഷെ അവര് തുറന്നു തരണില്ല. ഇപ്പൊ ഇന്നലെ ആയപ്പോ തുറന്നേക്കുന്നു. അത് എന്തെങ്കിലും ഒരു പരിഹാരം തന്നാലേ ഒക്കുള്ളൂ. കാരണം നമുക്ക് വെള്ളം കുടിക്കണ്ടേ. ജോലിക്കൊക്കെ പോണവർ പോയിട്ട് വന്നാൽ നമുക്ക് കൊണ്ടൊഴിക്കണ വെള്ളം നമുക്ക് കിട്ടൂല. നമ്മളില്ലാത്ത സമയത്തൊക്കെയാണ് വരണത്. അപ്പം കുടിവെള്ളം എല്ലാവർക്കും ആണല്ലോ, അതിൽ പാർട്ടിയൊന്നും ഇല്ലല്ലോ. LDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് ഈ പ്രശ്നം പറഞ്ഞു, അദ്ദേഹത്തിന് മറുപടി അവിടെ ഇവിടെ നിന്ന് ആള് ചെന്ന് അവർക്ക് തുറപ്പിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. മറ്റ് സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ വിഷയം? എല്ലാവരോടും പറഞ്ഞു ഈ വെള്ളത്തിന്റെ പ്രശ്നം പണ്ടേ ഉള്ളതാണ്. പക്ഷെ നമുക്കിപ്പം കുറച്ച് നാളായി ആ വാൾവ് വെച്ചിട്ട്, എത്ര മാസമായി? 4 മാസത്തോളമായി വാൾവ് വെച്ചിട്ട്. പക്ഷെ വാൾവ് തുറന്നു തരില്ല. എല്ലാവർക്കും വെള്ളം കുടിക്കണമല്ലോ, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. ആർക്കും കൊടുക്കണ്ടെന്നല്ല, പാർട്ടിയില്ല. വെള്ളം കുടിക്കണേന് പാർട്ടിയില്ല. വെള്ളം എല്ലാവർക്കും കൊടുക്കണം എന്നാണ് നമ്മൾ പറയണത്. ഇത് ഒരുപാട് കുടുംബങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഒരുപാട് ഇവിടെ സ്ഥിരമായിട്ട് ടാങ്കർ ലോറിയിൽ നഗരസഭയുടെ വെള്ളം വരുന്നുണ്ട്. ഈ വെള്ളം വരുന്നത് വിവേചനപരമായിട്ടാണ് അവർ ഒഴിക്കുന്നത്. CPM-മാർക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഈ വാട്ടർ ടാങ്കിൽ കൊണ്ടുവരുന്ന വെള്ളം നമ്മുടെ പലരെയും, ചേച്ചിയുടെ ഉൾപ്പെടെയുള്ള പലരെയും വീടുകളിൽ ഒഴിക്കാതെ അപ്പുറമുള്ള വീടുകളിൽ ഒഴിച്ചുകൊണ്ട് മാത്രം പോകുന്ന ഒരു വിവേചനപരമായ നിലപാടാണ് ഇപ്പോഴത്തെ കൗൺസിലർ എടുക്കുന്നത്. മുൻ കൗൺസിലറായിരുന്ന സമയത്താണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും ഇടപെട്ട് ആ വാൽവ് ആ പ്രദേശത്തേക്ക് വേണ്ടി ആ വാൽവ് വെച്ചത്. നിലവിലെ BJP കൗൺസിലർ രാജേന്ദ്രൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഇടപെട്ടത് കൃത്യമായിട്ട് അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, വിവേചനപരമായിട്ടാണ് ടാങ്കർ ലോറിയിൽ നിന്ന് നഗരസഭയിലോട്ട് വരുന്ന വെള്ളം വീടുകളിൽ എത്തിക്കുന്നത് പോലും. BJP പ്രവർത്തകരുടെ വീടുകളിൽ ടാങ്കർ ലോറികളിൽ പോലും വെള്ളം എത്തിക്കുന്നുണ്ട്. ടാങ്കർ ലോറികളിൽ അവരുടെ വീട്ടിന്റെ പുറകുവശത്തുള്ള ടാങ്കിൽ പോലും അവർ അടിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ പാത്രം വയ്ക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള റോഡ് സൈഡിലുള്ള ഒരു വീടുകളിൽ അവർ ഒഴിക്കാറില്ല വെള്ളം. ശ്രദ്ധയിൽപ്പെടുത്തി കൗൺസിലറെ അറിയിച്ചു. കൗൺസിലർ നടപടി സ്വീകരിക്കാം എന്നുള്ള സ്ഥിരം ന്യായമല്ലാതെ ഒന്നും നടന്നിട്ടില്ല. മുൻ കൗൺസിലർ ഇടപെട്ടാണ് ആ വാൽവ് അവിടെ കൊണ്ടുവച്ചത്. അത്രയും വീട്ടുകാർക്ക് വേണ്ടി ആ വാൽവ് വെച്ചത് മുൻ കൗൺസിലറും നമ്മുടെ MLA-യും കൂടി സഹായിച്ചാണ് ആ വാൽവ് അവിടെ വെച്ചത്. ആ വാൽവ് കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വന്ന് തുറന്നു തരാറില്ല. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന്. അതിനിവിടെ കഥ പറഞ്ഞുകൊണ്ട് കാര്യം നടക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. പോയി വിളിച്ചുകൊണ്ട് വന്ന് തുറപ്പിക്കും. അതേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അത് നമുക്ക് 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. അതുവരെ ഈ താൽക്കാലികമായിട്ടുള്ള സംവിധാനം പോയി നിർബന്ധപൂർവ്വം തുറപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് തുടരാം. ഈ ജാഥയിൽ പങ്കെടുക്കുന്നവർ ഇതിന്റെ അവസാനം വരെ ഈ ജാഥയെ അനുധാവനം ചെയ്യുന്നതാണ്. ഈ കുന്നുപുറത്തെ വോട്ടർമാരെ മേൽ കണ്ടോട്ടം കിട്ടുവാൻ ഈ നാടും നഗരവും കൊണ്ടുനടത്തിക്കൊണ്ട് ഈ നാടറിയുന്ന നാട്ടിൽ ഇപ്പൊ കുടിവെള്ളം തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമാക്കാമെന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും, നാട്ടുകാരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്നലെ വരെ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് ആരാണ് ഓടിയത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അവർക്ക് ആർക്കും അറിയില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പെടുത്തപ്പോ മുദ്രാവാക്യം വിളിക്കാനും കുടിവെള്ളത്തിന്റെ പ്രശ്നം രാഷ്ട്രീയമായിട്ട് പറയാനും ഒക്കെ തയ്യാറായി രംഗത്ത് വരികയാണ്. പിന്നെ കള്ളപ്രചാരണം കൊണ്ട് വോട്ട് തട്ടാൻ വേണ്ടി നോക്കുമെന്നുള്ള പ്രശ്നം എല്ലാവരും നടത്തുന്നുണ്ട്. അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടിയായി 9-ാം തീയതി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് വരുന്ന ആകെ 10-11 ദിവസക്കാലം മാത്രമേ നമ്മുടെ മുന്നിൽ നിന്നുള്ളൂ. ഒത്തിരി ദിവസമൊന്നും. 12-ാമത്തെ ദിവസം വോട്ടെടുപ്പാണ്. ഈ ഒരു 10-12 ദിവസം നിങ്ങൾ എല്ലാവരും രാവിലെ പകലാക്കി, ഒരുപാട് ജോലികളുള്ളവരാണോ, ജോലി ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ എനിക്കറിയാം, അറിഞ്ഞുകൂടാഞ്ഞിട്ട് പറയുകയല്ല. പക്ഷേ ഈ
5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വലിയ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യതയും ചുമതലയും എന്ന നിലയിൽ തന്നെ ഈ വിഷയത്തെ കണ്ട് വരുന്ന ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യം. ഇന്നിപ്പോ 5 മണിക്കെന്നാണ് പറഞ്ഞത്, 4:15 7 മണിക്ക് എനിക്കൊരു പരിപാടിയുണ്ട്. ഒരു 7 മണിക്ക് മുമ്പേ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ നിലയിൽ നമുക്ക് പോവാം. അരിവാൾ ചുറ്റുക നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സംവിധാനം വോട്ടായി രേഖപ്പെടുത്തി കഴിഞ്ഞ 10 വർഷക്കാലമായി മണ്ഡലത്തിൽ ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഇന്ത്യ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എക്കാലത്തെയും കഴക്കൂട്ടത്തിന്റെ പ്രിയങ്കരനായ MLA സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ നിറഞ്ഞ പുഞ്ചിരിയുമായി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കുന്നംപുറത്തെ പുലിക്കാട്ടിലെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് അഭ്യർത്ഥിക്കുവാനിതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. എണ്ണിയാലൊടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ സാരഥി സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നുവരുന്നു. 2016 കേന്ദ്രമന്ത്രിയായിരിക്കെ താൻ ജനിച്ചു വളർന്ന തലശ്ശേരിക്കോ കേരളത്തിനോ കഴക്കൂട്ട മണ്ഡലത്തിനോ ഏതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താതെ മോഹന വാഗ്ദാനങ്ങളുമായി വരുന്നവരെ തിരിച്ചറിയണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടുവാനുള്ളതല്ല. യോഗാരാധ്യനായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ചട്ടമ്പി സ്വാമിയുടെയും വാഗ്ഭടന്റെയും സഹോദരൻ അയ്യപ്പന്റെയും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പരിഭാവനവും പരിശുദ്ധമായ മണ്ണ് ഈ മണ്ണ് നവോത്ഥാനത്തിന്റെ മണ്ണ്. ഈ മണ്ണ് ചാതുർവർണ്ണ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരുവാനുള്ളതല്ല. ഇത് നവോത്ഥാനത്തിന്റെ മണ്ണ്, ഇടതുപക്ഷത്തിന്റെ മണ്ണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ സാരഥി സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ നിറഞ്ഞ പുഞ്ചിരിയുമായി വാഹനത്തിന് തൊട്ട് പിന്നാലെ കുന്നുപുറത്തെ പുല്ലുകാട്ടിലെ